നമസ്കാരം. അഗ്നിഹോത്രികളുടെ ദിവസ നക്ഷത്ര ഫലങ്ങൾ. വിവിധ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ 2025 മെയ് 7 മേടം 24 ബുധനാഴ്ച ഇന്നത്തെ നക്ഷത്ര ഫലങ്ങൾ നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. മേടം അശ്വതി ഭരണി കാർത്തിക ആദ്യ പാദം വരെ ജനിച്ചവർക്ക് ലോൺ, ചിട്ടി തുടങ്ങിയവയിൽ വായ്പയെടുക്കുവാൻ നടത്തുന്ന ശ്രമങ്ങൾക്ക് ഇന്ന് വിജയം കാണുന്നതാണ്. നിങ്ങളുടെ അശ്രദ്ധമായ പ്രകൃതം നിങ്ങളുടെ മാതാപിതാക്കളെ അസ്വസ്ഥരാക്കുന്നതാണ്. പുതിയ പദ്ധതികൾ ആരംഭിക്കുന്നതിന് മുൻപ് മാതാപിതാക്കളുടെ വിശ്വാസ്യത നേടുന്നത് നല്ലത്. കൂട്ടുകച്ചവടത്തിൽ നിന്ന് ഇന്ന് വിജയമുണ്ടാകുമെന്നാണ് കാണുന്നത്. നിങ്ങളുടെ ജീവിത പങ്കാളിയുമായുള്ള ആശയവിനിമയങ്ങളിൽ ചില അലോസരങ്ങൾ ഉണ്ടായേക്കാമെന്നതുകൊണ്ട് തന്നെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ആരോഗ്യം തൃപ്തികരമാണ്. രോഗബാധയുള്ളവരാണെങ്കിൽ അല്പം ആശ്വാസം തോന്നുന്നതായിരിക്കും. കർമ്മരംഗങ്ങൾ അനുകൂലമായി കാണുന്നു. ഇടവം കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ചവർക്ക് ഇന്ന് മികച്ച സാമ്പത്തിക പുരോഗതി പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. രാഷ്ട്രീയക്കാരുമായോ സമൂഹത്തിൽ സ്വാധീനമുള്ള വ്യക്തികളുമായോ ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് അവസരം ലഭിച്ചേക്കും. നിങ്ങളുടെ മികച്ച വ്യക്തിത്വം എല്ലാവരുടെയും ശ്രദ്ധയാകർഷിക്കുന്ന ദിവസമാണ്. വിദേശത്ത് തൊഴിലോ വ്യവസായമോ തുടങ്ങുന്നതിനുള്ള പ്രാരംഭ നടപടികൾ തുടങ്ങിവെക്കുവാൻ സാധിക്കുന്നതാണ്. മാതാപിതാക്കളുമായോ പിതൃതുല്യരോ കൂടാതെ ജീവിത പങ്കാളിയുമായും സമയം ചിലവഴിക്കുവാനായി സാധിക്കുന്നു. എന്നാൽ സായാഹ്നത്തോടെ നിങ്ങളുടെ ചില കാര്യങ്ങൾക്ക് തടസ്സം നേരിട്ടേക്കാം. ചിലവ് നിയന്ത്രിക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. ദുർവ്യയം ശ്രദ്ധിക്കേണ്ടുന്നതാണ്. പണം കടം കൊടുക്കുവാൻ പാടുള്ളതല്ല. പൊതുവെ ആരോഗ്യം അനുകൂലമാണ്. നിങ്ങളുടെ കർമ്മരംഗങ്ങൾ ഇന്ന് വളരെ അനുകൂലമായാണ് കാണുന്നത്. മിഥുനം മകയിരം രണ്ടാം പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ചവർക്ക് ഏറെക്കാലമായി നിലനിൽക്കുന്ന വായ്പാ കുടിശ്ശികകൾ ഇന്ന് തിരികെ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിന് അവസരമുണ്ടായേക്കാം. ഇന്ന് പ്രണയിതാക്കൾക്ക് ദിവസം വളരെ അനുകൂലമായാണ് കാണുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്നതായും കാണാവുന്നതാണ്. ബന്ധു സമാഗമത്തിന് സാധ്യതയുണ്ട്. നിങ്ങളുടെ പകുതി നിർത്തിയ ജോലികൾ പൂർത്തിയാക്കുവാനായി സാധിക്കുന്നു. ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാനാവുന്ന ദിവസമാണിന്ന്. എന്നാൽ ആരോഗ്യകാര്യത്തിൽ ചില ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാം. കർക്കിടകം പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. വിദേശ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സ്ഥിതിയിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട്. നിങ്ങളുടെ ദ്രുതഗതിയിൽ പ്രവർത്തിക്കുവാനുള്ള കഴിവ് അംഗീകാരങ്ങൾ നേടിത്തരുന്നു. കുടുംബാംഗങ്ങളുമായി പ്രയാസകരമായ സമയം അഭിമുഖീകരിക്കേണ്ടി വരുന്നതായാണ് ഇന്നത്തെ ദിവസം കാണുന്നത്. ഇന്ന് കാര്യവിജയത്തിനായി കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്നതായും ആരോഗ്യം പൊതുവെ തൃപ്തികരമായുമാണ് കാണുന്നത്. ജോലിയിലും ബിസിനസ്സിലും കർമ്മരംഗങ്ങളിലും അനുകൂലമായ ദിവസമാണ്. ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം വരെ ജനിച്ചവർക്ക് പുതിയ പ്രണയം ആരംഭിക്കുവാൻ വളരെ അനുയോജ്യമായ ദിവസമാണ്. അനുകൂല നിലപാടുകളും ആത്മവിശ്വാസവും ഇന്ന് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതായാണ് കാണുന്നത്. വരുമാനം വർദ്ധിക്കുന്നു. എന്നാൽ ജോലിയിൽ ചില തടസ്സങ്ങൾ നേരിടുവാനുള്ള സാധ്യതയുണ്ട്. വീട്ടിൽ മംഗളകർമ്മങ്ങളോ ആഘോഷമോ നടക്കുവാനുള്ള സാധ്യത. പങ്കാളിയിൽ നിന്നും മികച്ച സഹകരണം ലഭിക്കുന്നത് മാനസികോല്ലാസം നേടിത്തരുന്നതാണ്. ആരോഗ്യകാര്യങ്ങൾ തൃപ്തികരമാണ്. ഇന്നത്തെ സായാഹ്നത്തോടെ ചെറിയ തോതിലുള്ള കാര്യതടസ്സങ്ങൾ നേരിട്ടേക്കാം. കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം വരെ ജനിച്ചവർക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. മികച്ച സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങൾ തുടങ്ങിയവയിൽ നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഫലം ലഭിച്ചെന്ന് വരില്ല ഇന്ന്. എങ്കിലും
പൊതുവെ സ്വസ്ഥത നിറഞ്ഞ ദിവസമായിരിക്കും. പുതിയ പദ്ധതികൾക്കായി നിക്ഷേപം ആരംഭിക്കാനായി സാധിക്കുന്നു. ആരോഗ്യം അനുകൂലമാണ് എങ്കിലും ഭക്ഷണക്രമത്തിൽ ശ്രദ്ധിക്കുന്നത് ഉചിതമാണ്. സായാഹ്ന സമയം സുഹൃത്തുക്കളുമായുള്ള കൂടിച്ചേരലുകൾക്ക് മാറ്റിവെക്കുന്നത് ഉചിതമാണെന്ന് കാണുന്നു. എന്നാൽ തന്നെയും ആരോടായാലും വാക്തർക്കങ്ങളിൽ നിന്നും മാറി നിൽക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. തുലാം, ചിത്തിര 2ാം പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യ 1/4 ഭാഗം വരെ ജനിച്ചവർക്ക് ആധ്യാത്മിക വിഷയങ്ങൾക്കുമായി സമയം കണ്ടെത്തുന്നതാണ്. വ്യാപാരികൾക്ക് ഇന്ന് സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം. വിദേശത്തുള്ള ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ സമ്മാനങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട്. സുഹൃത്തുക്കളോട് നയപരമായ രീതിയിൽ പെരുമാറുന്നതാവും അനുയോജ്യം. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അല്പം ജാഗ്രത പാലിക്കുന്നത് നന്ന്. ജോലിയിൽ ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ ആവശ്യമായി വരും. ഇന്ന് ഇരുചക്രവാഹനം ഉപയോഗിക്കുന്നവരാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ദിവസമാണ്. നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ സാമീപ്യം ആശ്വാസം നൽകുന്നതായി കാണുന്നു. വൃശ്ചികം, വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട വരെ ജനിച്ചവർക്ക് കുടുംബാംഗങ്ങളുമായോ സുഹൃത്തുക്കളുമായോ ഉല്ലാസയാത്രകൾ നടത്തുന്നതിന് സാധ്യതയുണ്ട്. ചില സാമ്പത്തിക ഞെരുക്കങ്ങൾ മാനസിക സംഘർഷങ്ങൾക്ക് ഇടയാക്കുന്നു. നിങ്ങളുടെ പ്രവൃത്തികൾ കൂടെ താമസിക്കുന്ന ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുവാനിടയുള്ളതുകൊണ്ട് ശ്രദ്ധിക്കുന്നത് നന്ന്. ജോലിയിൽ നിന്ന് നിങ്ങൾക്ക് മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കുവാൻ സാധിക്കുന്നു. അനാവശ്യ പ്രശ്നങ്ങളിൽ നിന്നും തർക്കങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നതാണ് ഉചിതം. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതാണ്. ആരോഗ്യപരമായി മധ്യമമാണ്. ഇന്ന് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണ്. ധനു, മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം വരെ ജനിച്ചവർക്ക് നിങ്ങളുടെ മുൻകോപത്തിൻ്റെ ഫലമായി ചില പ്രശ്നങ്ങൾ നേരിടേണ്ടതായി വന്നേക്കാം. മാനസിക സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതാണ്. അതിനാൽ വളരെയധികം ശ്രദ്ധിക്കണം. ദൂരയാത്രകൾക്കുള്ള സാധ്യത ഇവ സാമ്പത്തികമായി ലാഭം നൽകുന്നവയായിരിക്കും. അതുകൊണ്ട് ദൂരയാത്രകൾ ചെയ്യുന്നതിന് വിരോധമില്ല. കുടുംബാംഗങ്ങളുമായി അലോസരങ്ങൾ ഉണ്ടായേക്കാമെന്നതുകൊണ്ട് തന്നെ ഒന്ന് ശ്രദ്ധിച്ചു പെരുമാറുന്നത് ഗുണം ചെയ്യുന്നു. എന്നാൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ സാമീപ്യവും സഹകരണവും സ്നേഹവും ഇന്ന് വളരെയധികം ഗുണം ചെയ്യുന്നതായാണ് കാണുന്നത്. ജോലിയിൽ സഹപ്രവർത്തകരിൽ നിന്ന് ചില പ്രശ്നങ്ങൾ നേരിടാൻ ഇടയുണ്ട്. ആരോഗ്യം തൃപ്തികരമാണ്. സാമ്പത്തിക ഇടപാടുകളിൽ വളരെയധികം സൂക്ഷ്മത വേണം. ഇന്ന് ദേവീക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഉത്തമമായി കാണുന്നു. മകരം, ഉത്രാടം അവസാന 1/4 ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ചവർക്ക് അപ്രതീക്ഷിതമായി സാമ്പത്തിക ലാഭം ഉണ്ടാകുന്ന ദിവസമാണ്. വ്യവസായികൾക്ക് ഇന്ന് വളരെ അനുകൂലമായ ദിവസമാണ്. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠനകാര്യത്തിൽ അല്പം അലസത ഉണ്ടാകുവാനിടയുണ്ട്. ജോലിയിൽ അനുകൂല ദിവസമാണ്. സ്ഥലം മാറ്റത്തിനും സ്ഥാനക്കയറ്റത്തിനും ശ്രമിക്കുന്നവർക്ക് അനുകൂല തീരുമാനം ലഭിച്ചേക്കാം. വിവാഹിതർക്ക് ഇന്ന് വളരെ അനുകൂലമാണ്. നിങ്ങളുടെ ജീവിത പങ്കാളിയുമായി കൂടുതൽ സ്നേഹ സഹകരണങ്ങളിൽ ഏർപ്പെടുവാനായി സാധിക്കുന്നു. ഉല്ലാസയാത്രകൾ നടത്തുവാൻ അവസരം ലഭിക്കുമെങ്കിലും സാമ്പത്തിക നഷ്ടത്തിന് സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി കണ്ട് ഈ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നത് നന്ന്. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്ന് ഇന്ന് ഗുണദോഷ സമ്മിശ്രമായ ദിവസമായി കാണുന്നു. കുംഭം, അവിട്ടം 2ാം പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ 1/4 ഭാഗം വരെ ജനിച്ചവർക്ക് സാമ്പത്തികമായി ഇന്ന് ഭാഗ്യ ദിവസമാണ്. വളരെ കാലമായി തിരികെ ലഭിക്കുവാനുള്ള പണം കൈവരുന്നതിനുള്ള സാധ്യതയുണ്ട്. ബിസിനസ്സിൽ പുതിയ ആശയങ്ങൾ പ്രാവർത്തികമാക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നു. ഗർഭിണികളാണെങ്കിൽ ഇന്ന് പ്രത്യേക ശ്രദ്ധ വേണ്ടി വരുന്നതായാണ് കാണുന്നത്. ചില ശാരീരിക അസ്വസ്ഥതകൾക്ക് സാധ്യത കാണുന്നു. പകൽ സമയം ചില കാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിട്ടേക്കാം. അലച്ചിലിനും സാധ്യതയുണ്ട്. തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നത് ഗുണം ചെയ്യുന്നു. ആരോഗ്യം അനുകൂലമാണ്. ഇന്ന് ഇഷ്ടഭക്ഷണ സമൃദ്ധി നിങ്ങൾക്ക് കാണുന്നുണ്ട്. മീനം, പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി നിങ്ങളുടെ
പ്രവർത്തനങ്ങൾക്ക് അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങാൻ സാധിക്കുന്ന ദിവസമാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കിയുള്ള പങ്കാളിയുടെ പെരുമാറ്റം വളരെയധികം സന്തോഷം നിങ്ങൾക്ക് നേടിത്തരുന്നു. ഇന്ന് മധ്യാഹ്നം വരെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും വൈകുന്നേരത്തോടെ തന്നെ കാര്യങ്ങൾ വളരെ അനുകൂലമായാണ് കാണുന്നത്. ഇഷ്ടജനസമ്പർക്കം, ഇഷ്ടകാര്യലബ്ധി എന്നിവ സായാഹ്നത്തോടെ കാണുന്നുണ്ട്. ഇന്ന് നിങ്ങളുടെ ശുഭകാര്യങ്ങൾക്കായി ഏത് നക്ഷത്രത്തിൽ ജനിച്ചവരാണെങ്കിലും ചുവപ്പ്, ഓറഞ്ച് തുടങ്ങിയ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ അണിയുന്നതും വിഘ്നേശ്വരനെ ധ്യാനിക്കുന്നതും ഗുണം ചെയ്യുന്നതായി കാണുന്നു. ശുഭകാര്യങ്ങൾക്കുള്ള നല്ല സമയങ്ങൾ ശ്രദ്ധിച്ച് അതുപോലെ പ്രവർത്തിക്കുന്നത് ഗുണഫലാർഹമാണ്. ജാതിമത ഭേദമന്യേ അവരവരുടെ വിശ്വാസക്രമമനുസരിച്ച് തങ്ങളുടെ ആരാധനാലയങ്ങളിലും പുണ്യസ്ഥലങ്ങളിലും സന്ദർശിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഗുണഫലാർഹം തന്നെയാണെന്ന് കാണുന്നു. ഇന്ന് രാവിലെ 10:48 മുതൽ മധ്യാഹ്നം 12:14 വരെയുള്ള സമയങ്ങളിൽ പുതിയ സംരംഭങ്ങളോ പുതിയ കാര്യങ്ങളോ തുടങ്ങുന്നതോ ചെയ്യുന്നതോ തീർത്തും ഒഴിവാക്കേണ്ടതാണ്. എന്നാൽ നിലവിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നതിന് ദോഷമില്ല. അതുപോലെ തന്നെ മധ്യാഹ്നം 12:14 മുതൽ 1:53 വരെയുള്ള സമയങ്ങളിൽ യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും ചെയ്യുവാൻ പാടുള്ളതല്ല. ഇന്ന് സായാഹ്നം 5:03 മുതൽ 6:37 വരെ ശുഭകരമായ കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചിലവിടാവുന്നതാണ്. കൂടാതെ രാത്രി 8:03 മുതൽ 10:55 വരെ ഉള്ള സമയങ്ങളിലും ശുഭകാര്യങ്ങളിൽ ഏർപ്പെടുന്നതിന് വിരോധമില്ല. ഇനി അഗ്നിഹോത്രി ജീവിത നിയോഗ രഹസ്യങ്ങളുടെ നുറുങ്ങുകൾ. സന്ധ്യാസമയം കഴിഞ്ഞതിന് ശേഷം ആർക്കു തന്നെയായാലും വളരെ അത്യാവശ്യ കാര്യങ്ങൾക്കൊഴികെ പണം കടം കൊടുക്കുന്നതോ ചിലവിടുന്നതോ ശുഭകരമല്ലെന്ന് മാത്രമല്ല, അത് സാമ്പത്തികമായുള്ള അഭിവൃദ്ധിക്ക് തടസ്സവുമാണ്. എന്നാൽ ഗൃഹത്തിലേക്കുള്ള ദൈനംദിന കാര്യങ്ങൾക്കുള്ള ചിലവുകൾക്കിത് ബാധകമല്ല. അതുപോലെ തന്നെ രാത്രിയുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങളും ഒഴിവാക്കുന്നത് അഭിലഷണീയമായ കാര്യമാണ്. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാന ലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും, കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള പിതൃ, കർമ്മ, ഗ്രഹ, രാശി, നക്ഷത്ര ദോഷ നിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.